അപ്പോൾ ഇന്നൊരു ഹെൽത്തി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഹായ് ഗൈസ്, ലെറ്റ്സ് മേക്ക് ഹെൽത്തി ഓട്സ് പാൻ കേക്ക്. കൂടെ ഹെൽത്തി അല്ലാത്തൊരു കോൾഡ് കോഫി. പിന്നെ എനിക്ക് പനിയാണ് ഗൈസ്, അതെൻ്റെ സൗണ്ടൊക്കെ കിറുകിറാന്നൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബനാന പൊളിച്ച് മാഷ് ചെയ്തെടുക്കണം. സോ എൻ്റെ ബനാന അത്ര പഴുത്തല്ലായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബനാന ഇതുപോലെ നല്ലപോലെ മാഷ് ചെയ്ത് തന്നെ എടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൽ നിന്ന് എനിക്ക് ലാസ്റ്റ് കറക്റ്റായിട്ട് ഒരു 3 പാൻ കേക്ക്സ് ആണ് കിട്ടിയത്. പിന്നെ ഇതിൽ ഞാൻ ഷുഗറും സോഡാപ്പൊടി അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഹെൽത്തി ഗൈസ്. നോക്ക് മക്കളെ, നോക്ക് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. തോടൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ, ഹെൽത്തി ഓട്സ്, ക്രോക്കർ ഓട്സ്. ഇനി നമുക്ക് അതിനെ ഒരു ജാറിലോട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഒരു 5 to 6 ടേബിൾ സ്പൂൺ ഓട്സ്. അപ്പോൾ നമ്മുടെ ഓട്സ് ആകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. മൈദയൊക്കെ എന്നും കഴിക്കലെന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് പിള്ളേർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, ഇതുപോലെ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടയും പഴം അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഓപ്ഷനല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ആ മുട്ടയുടെ ചെവ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വാനില എസൻസ് ഇതിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഓട്സിൻ്റെ പൊടി അത് നമുക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ആരും ഈ വീഡിയോ എടുത്ത് തരുന്നതെന്ന് അറിയാവോ? എൻ്റെ അമ്മയാണ്, വേറെ ആരാ? പിന്നെ ഇടയ്ക്ക് അച്ഛൻ വന്നായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ പൊടിയൊന്നും ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ മൊത്തം അടിച്ച് കമത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് വേണ്ടി ഹണി, അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെ മധുരം ഉണ്ട്. എൻ്റെ പഴം അത്ര പഴുക്കാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ ഹണി ഞാൻ ഇവിടെ ഒഴിച്ചു. ഇത് ചേട്ടൻ കൂർക്കിന്ന് കൊണ്ടുവന്നേ. ഇറ്റ്സ് ഗുഡ്. പിന്നെയും ഹണി ഒഴിച്ചതിന് ശേഷം മിക്സിങ് ആണ് മെയിൻ. നോക്കി, മധുരത്തിൻ്റെ ഇതൊക്കെ അടിച്ചിട്ടൊന്നും എവിടുന്നോ ഒരു പക്കിയോ കണ്ണി ചെന്തടൊക്കെ കയറി വന്നു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലൊഴിക്കാം. ഇച്ചിരി തിക്കായിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ലൂസാക്കി എടുക്കാം. നമുക്ക് കുറച്ച് പാലൊഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ലൂസാക്കി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മിക്സിങ്ങും പരിപാടികളും എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ സെറ്റായി. ഇനി നമുക്ക് പാൻ വെച്ചാൽ ചൂടാക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ മെൽറ്റായി വരുമ്പം നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ബട്ടർ പാനിലെല്ലാം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് സിമ്മാക്കണേ, അല്ലെങ്കിൽ ചൂട് കൂടിപ്പോയി നമുക്ക് നേരെ വേവാതെയും കരിഞ്ഞൊക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ തീ കൂട്ടി കൊടുക്കാം. ഫസ്റ്റിൽ ഞാൻ ഇത് 2 എണ്ണം ഒഴിച്ച് കൊടുത്തു. എൻ്റെ മിസ്റ്റേക്കാണ്. നേരെ ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് 3 ഇതിൽ തന്നെ ആക്കായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതൊത്തിരി സമയമൊന്നും ആവത്തില്ല ആയി കിട്ടാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. ഇനി നമുക്ക് തിരിച്ചിടാവേ. ഇനി നമുക്ക് ഞാൻ തിരിച്ചിട്ട് നോക്കാം. നമ്മുടെ പാൻ കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്ക് അത് തിരിച്ചിട്ട് അടുത്ത സൈഡ് കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തിയാണ്. ഇനി നമുക്ക് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാവേ. ഇനി എൻ്റെ കുറച്ച് കലാവിരുതുകളാണ് ഗൈസ്, നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. നോക്കൂ, പഴങ്ങളൊക്കെ ഞാൻ വെച്ചത് കണ്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് ഓട്സും മധുരത്തിന് ഹണി. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കോൾഡ് കോഫി ഉണ്ടാക്കുവാണേ. നമുക്ക് ആദ്യം എക്സ്പ്രസ്സോ സെറ്റാക്കാം. ഇത് ഞാൻ ഇവിടെ നല്ലപോലെ പതപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ വേണമല്ലോ ഗ്ലാസ്സിൽ കുറച്ച്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ സെറ്റായി. ഇനി നമുക്ക് അതിലോട്ട് നിറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പാലും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് പതപ്പിച്ച് വെച്ചിരിക്കുന്ന എക്സ്പ്രസ്സോ അതും കൂടെ നമുക്ക് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല രസമല്ലേ, എക്സ്പ്രസ്സോ മിൽക്കിലോട്ട് മിക്സ് ആവുന്നതാണ്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.